ചുമട്ട് തൊഴിലാളികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് BMS ചുമട്ട് തൊഴിലാളി ഫെഡറേഷൻ RD ഓഫീസ് മാർച്ചും ധർണയും നടത്തി. RD ഓഫീസ് ധർണ കേരള പ്രദേശ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജ്യോതിർ മനോജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 3.5 ലക്ഷത്തോളം വരുന്ന സംഘടിത ചുമട്ടുതൊഴിലാളികളുടെ ശക്തി മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ ഇത് എളുപ്പം നടക്കുമായിരുന്നു. ഇന്ന് മുൻകാലങ്ങളിൽ ജനിച്ചത് എവിടെയെന്നറിയാതെ ജീവിക്കുന്ന പ്രദേശത്ത് അതാത് ജോലി ചെയ്തുകൊണ്ട് കാലത്ത് രാത്രി കടത്തിണ്ണയിൽ ഉറങ്ങിക്കൊണ്ട് കാലത്ത് മുതലാളിയുടെ ഒത്താശക്കനുസരിച്ച് അല്ലെങ്കിൽ ആരുടെയും ഒത്താശക്കനുസരിച്ച് ജോലി ചെയ്തിരുന്ന സംവിധാനത്തിൽ നിന്നും ഏറെ മാറ്റാൻ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക്, ആ പങ്ക് ഒരുപക്ഷെ ഇന്ന് തൊഴിലാളികൾക്ക് വിനയായി മാറിയിരിക്കുന്നു എന്നാണ് സംശയം. കാരണം അന്ന് ഈ പറയുന്ന ഇന്ന് ഭരിക്കുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചുമട്ട് തൊഴിലാളികൾ നൽകിയ പങ്ക് ഏറെയൊന്നുമല്ല എന്ന് നമുക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടി നേതാവിന്റെ തിട്ടൂരമനുസരിച്ച് ആളെ കൊല്ലാനും ഏത് തരം ഹീനപ്രവർത്തിക്കും തയ്യാറായിരുന്നു അന്ന് തൊഴിലാളികള്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ച നിരവധി തൊഴിലാളികളെ ഈ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ടോ, മുസ്ലിം ലീഗ് ഉപയോഗിച്ചിട്ടുണ്ടോ, എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഉയർച്ചയ്ക്ക് ഒരുപക്ഷെ കേരളത്തിലെ ചുമട്ട് തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതായിരുന്നു. നിയമനിർമ്മാണങ്ങൾ മാറി വന്നു. 2002 ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചുമട്ട് തൊഴിലാളിക്ക് ജോലി ചെയ്യാനുള്ള അവകാശമില്ല എന്ന് ഒഴിച്ചാൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴെന്താ സ്ഥിതി? ഭരണത്തിന്റെ ആദ്യകാലത്ത് 10 ലക്ഷം രൂപ വരെ മതിപ്പ് വിലയുള്ള സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ, വീട് വെക്കാനുള്ള സാധനങ്ങൾ ഇറക്കാനുള്ള അവകാശം ചുമട്ട് തൊഴിലാളിക്ക് നിഷേധിച്ചു. ഇന്ന് എത്ര ലക്ഷമായാലും ചുമട്ട് തൊഴിലാളിക്ക് ഗാർഹിക ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇറക്കാനുള്ള അവകാശമില്ലാതിരിക്കുകയാണ്. ധർണയിൽ യൂണിയൻ പ്രസിഡന്റ് T. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A. വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. ദാമോദര പണിക്കർ, VV ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു.